നമ്മളിവിടെ നിന്ന് മൈലിക്കാട് ജംഗ്ഷനിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ആ ഒരു കലങ്ങിന്റെ മുക്കുണ്ട്. മൈലിക്കാട് ജംഗ്ഷനിൽ നിന്ന് ഇറക്കിറങ്ങുന്നു. അവിടെ വണ്ടി ഒരു ആക്സിഡന്റ് വന്നിട്ട് ഒരാൾ വീണ് ചത്താൽ പോലും വേറൊരു വണ്ടിക്കാരൻ വന്ന് അതിന്റെ മേളിൽ കൂടെ കയറി ഇറങ്ങും. കാര്യം വെച്ചാൽ ഒരു ലൈറ്റ് ഇല്ല, രണ്ട് സൈഡിൽ ലൈറ്റ് ഇല്ല. അവിടെ ഒരു ബ്രിഡ്ജ് പണിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ബ്രിഡ്ജിന്റെ രണ്ട് സൈഡിലും ഒരു ലൈറ്റ് പോലും ഇല്ല. മൊബൈൽ കത്തിച്ചാൽ പോലും വെട്ടം കിട്ടത്തില്ല. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇത് മീഡിയക്ക് പ്രത്യേകം കൊടുക്കണം. ഞാൻ തന്നെയാണ് പറയുന്നത്. എന്റെ അനുഭവം കൊണ്ട് ഞാൻ പറയണം. മൈലിക്കാട് ജംഗ്ഷനിൽ നിന്ന് വന്നിട്ട് സിത്താര മുക്കിലോട്ട് കയറുന്നതിന്റെ ആ ഇടനാഴിയിൽ അവിടെ ചെന്നിട്ട് അവിടെയുള്ള ആ ബ്രിഡ്ജിന്റെ അടുത്ത്, ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ പണിഞ്ഞു വെച്ച ബ്രിഡ്ജ് ഉണ്ടല്ലോ, അവിടെ നിന്ന് ഒരു വണ്ടി പാസ് ചെയ്തിട്ട് അപ്പുറത്ത് നിന്ന് ക്രോസ് ചെയ്ത് പോകാൻ നേരത്ത് പോലും ഒരു ലൈറ്റിന്റെ ഒരു മിന്നാമിനുക്കിന്റെ വെട്ടം പോലും ഇല്ല. ഇന്നലെ എന്റെ നേളിൽ കൂടെ വണ്ടി കയറി ഇറങ്ങണ്ടായിരുന്നു. ഇന്നലത്തെ ദിവസം. ഇതൊക്കെ പറഞ്ഞാൽ സർക്കാർ നോക്കേണ്ട കാര്യമാണ്. ഇതിപ്പോ നമ്മള് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങൾ എന്തിനാണെങ്കിലും ഇപ്പൊ വികസനത്തിന്റെ ഭാഗമായി ചിലപ്പോ അല്പം വ്യത്യാസങ്ങളുണ്ടോ? വികസനത്തിന്റെ കാര്യം അതിനകത്ത് ഞാൻ LDF ആയിരുന്നു. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിക്കാരനാണ്. ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരൻ ഇതേക്ക് സംസാരിക്കണമെന്നെങ്കിൽ അവൻ അത്രയും നൊന്തിട്ടാണ് സംസാരിക്കുന്നത്. അത് ചിന്തിക്കണം. തീർച്ചയായിട്ടും എനിക്ക് നൊന്തിട്ടാണ് സംസാരിക്കുന്നത്. എനിക്ക് ജനിച്ചന്ന് മുതൽ പാർട്ടിയിൽ പോകാൻ നേരത്ത് ഞാൻ ഒരു LDF കാരനാണ്. ആ ഒരു LDF കാരൻ അത്രയും കൂടുതൽ സംസാരിക്കുന്നത് വെച്ചാൽ അത്രയും വേദനയോടെ സംസാരിക്കുന്നത്. ഞാൻ ഇന്നലെ പോയിട്ട് മെനിഞ്ഞാന്ന് പോയിട്ട് ഇവിടെ പോയിട്ട് ആ ക്ഷേത്രത്തിൽ പോയിട്ട് ഉത്സവത്തിന്റെ പരിപാടിയും കണ്ടിട്ട് തിരിച്ചിറങ്ങി വരാൻ നേരത്ത് ഞാൻ വിചാരിച്ച് ഇന്നലെ എന്റെ നെഞ്ചത്തൂടെ വണ്ടി കയറി ഇറങ്ങിയെന്ന്. എന്നുവെച്ചാൽ ഒരു ലൈറ്റ് ഇല്ല അവിടെ. എവിടെയാ ലൈറ്റ്? വേണ്ട സ്ഥലത്താണ് ലൈറ്റ് വേണ്ടത്. അല്ലാതെ പോയിട്ട് കൊട്ടിയം ജംഗ്ഷനിലോ അല്ലെങ്കിൽ പോയിട്ട് അവന്റെ വീട്ടിനടുത്തോ മറ്റിടത്തോ അല്ല ലൈറ്റ് സ്ഥാപിക്കേണ്ടത്. ലൈറ്റ് വേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഭരണാധികാരികൾ ജനങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് എത്ര നാളായി? വികസനത്തിന്റെ ഭാഗമായിട്ട് ഞാൻ LDF കാരനാ. ഇന്ന് ഞാൻ പിണറായി വിജയന്റെ അടുത്ത ആളാണ്. പക്ഷേ എനിക്ക് ഈ ഒരു കാര്യത്തിനകത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. കാര്യം എന്നറിയോ? മുമ്പൊരു സമയത്ത് ഒരു വണ്ടി പോയിട്ട് ഒരു അച്ഛനും മോളും കൂടെ ആക്സിഡന്റ് ആയിട്ട് മരിച്ചതിന്റെ ആ പാതയുടെ അപ്പുറത്തുള്ള സംഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അവിടെ ഒരു ലൈറ്റും ഇല്ല, ഒന്നുമില്ല. ഇന്നലെയല്ല, ഞാൻ 4-5 ദിവസം കൊണ്ട് ഞാൻ മാടനാട് ഇപ്പോൾ ഉത്സവം നടക്കുക, അവിടെ ഉച്ചാര ഉത്സവം നടക്കുക. 4-5 ദിവസം കൊണ്ട് രാത്രി ഇപ്പോഴും ഞാൻ പോകാനായിട്ടിരിക്കുക അങ്ങോട്ട്. നാഷണൽ ഹൈവേയുടെ വികസനവുമായിട്ടും അതേപോലെ ബൈപ്പാസ് വികസനവുമായിട്ടും പലതരത്തിലുള്ള വികസനം നടന്നുകൊണ്ടിരിക്കുകയാണ്. വികസനങ്ങൾ ഉണ്ടായിട്ട് നെല്ലില് അപ്പൊ അതിനിടയ്ക്ക് സ്ഥലങ്ങളിൽ ലൈറ്റ് സ്ഥാപിക്കുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും ചോദിക്കട്ടെ, ഞാൻ ഇനി ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി പറയാൻ പറ്റുമോ? ഈ കൊട്ടിയത്ത് നിന്ന് മായനാട് റോഡിലോട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എത്ര പാതിരാത്രി വേണമെങ്കിലും നമുക്ക് വരാം. കാര്യം എല്ലാ സ്ട്രീറ്റ് ലൈറ്റും തെളിഞ്ഞിട്ടുണ്ട്. മായനാട് റോഡിലോട്ട് ഇത് ഇടിച്ചു പൊളിച്ചിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ലൈറ്റ് സ്ഥാപിക്കേണ്ട ചില സ്ഥലങ്ങൾ മൊത്തത്തിൽ ഞാൻ പറയുന്നില്ല. ഈ ഹൈവേയുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് ചിലപ്പം ചില സ്ഥലങ്ങളിൽ അത് പറ്റത്തില്ല. എങ്കിൽ പോലും ഈ ഇത്തിക്കര കഴിഞ്ഞിട്ട് മൈലിക്കാട് ജംഗ്ഷനിൽ വരാൻ നേരത്ത് ഈ പറയുന്ന ജംഗ്ഷൻ എല്ലാവർക്കും, ഈ പറയുന്ന പാർട്ടിയുടെ എല്ലാ അനുഭാവികൾക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്ഥലമാണ്. ഈ ഇത്തിക്കര കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരുന്ന ഈ മൈലിക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് വന്ന ആ ഇറക്കം ഒരു 10-15 പേര് ഒരു ആക്സിഡന്റ് മരിച്ച, ഒരു ബസ് ആക്സിഡന്റ് മരിച്ച വരെ സ്ഥലമാണ്. ആ ബസിന്റെ പേര് വരെ ഞാൻ പറയണോ? അതും കൂടെ എന്നെ കൊണ്ട് പറയിക്കണോ? നല്ല പഴയ കാര്യങ്ങളാണ്. പക്ഷെ അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുന്ന ആ മുസ്ലിം പള്ളി, വലതുവശത്തുള്ള ആ മുസ്ലിം പള്ളിയടുത്ത് വരാൻ ഒരു ലൈറ്റ് പോലും ഇല്ല. വേണമെങ്കിൽ ലൈറ്റ് കത്തിച്ചിട്ട് എന്നെ കാണിച്ചോടു, ലൈറ്റ് ഉണ്ടെന്ന് കാണിച്ചോടു. ലൈറ്റ് പോലും ഇല്ല. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ നമ്മൾ വരുന്ന ഈ ഭാഗം ഇപ്പൊ രാത്രി ഈ വരുന്ന നമുക്ക് വേണ്ടി ഇത് ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി അധികൃതർ അവർ രാത്രി സഞ്ചരിച്ചുകൊണ്ട് ആ ഭാഗത്ത് ഒരു ലൈറ്റ് തെളിച്ചാൽ താങ്കളുടെ പ്രശ്നം തീരുമോ? ആ സഞ്ചരിച്ചല്ല, എനിക്ക് വേണ്ടിയല്ല ഞാൻ പറയുന്നത്. എനിക്ക് വേണ്ടി ആരും ലോകത്താരും ഒന്നും ചെയ്യണ്ട. ഈ ഇവിടെയുള്ള ജനത, നമ്മൾ ഇവിടെയുള്ള എന്റെ സഹോദരന്മാർക്കും വേണ്ടി, അപ്പനമ്മമാർക്കും വേണ്ടി മാത്രം ചെയ്താൽ മതി. എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്യണ്ട. അവർക്ക് ഒരു ആപത്തുണ്ടാകുക, അവർ രക്ഷപ്പെടാൻ വേണ്ടി, അവർക്ക് വേണ്ടി മാത്രം ചെയ്യണം.